സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണം എന്നുള്ള വാർത്ത വന്നു. മൂന്നാർ കന്യമല ടോപ്പ് ഡിവിഷനിലാണ് കാട്ടാന ഇറങ്ങിയത്. ലയങ്ങളോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ജീപ്പ് കാട്ടാന തകർക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊല്ലപ്പെട്ടത് ഇതേ സ്ഥലത്താണ്. അതിരപ്പള്ളി വിട്ടിലപ്പാറ എസ്റ്റേറ്റിൽ പുലി വളർത്തുമൃഗത്തെ ആക്രമിച്ചു. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം. കണ്ണശങ്കാങ്കാട്ടിൽ ജിജോയുടെ മൂരിക്കുട്ടിയാണ് ആക്രമിച്ചത്. പകുതി ഭക്ഷിച്ച നിലയിലാണ് ജഡം കണ്ടെത്തിയത്. കോഴിക്കോട് മൊകേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായി. 2 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷും സുരേഷ് സജി തൃശ്ശൂരിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം രാഹുൽ വിജയനിലേക്കാണ്. രാഹുൽ, ഈ ഇറങ്ങിയ കാട്ടാൻ അത് അവിടെ തന്നെ തുടരുകയാണോ അതോ കാട് കയറിയിട്ടുണ്ടോ? ഇന്നലെ രാത്രി 12 മണിക്ക് ഇറങ്ങിയ കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഓട്ടോ ഡ്രൈവറായ സുരേഷ് കുമാറിനെ കൊലപ്പെടുത്തിയ കാട്ടാന തന്നെയാണ് വീണ്ടും ഈ കന്യമല ടോപ്പ് ഡിവിഷനിലെത്തി ആ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. RRT സംഘത്തിന്റെ നിരീക്ഷണം അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ രാത്രിയിൽ ഈ ആന എത്തിയത് അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പരാതി പോലെ നാട്ടുകാർ പറയുകയും ചെയ്തത്. എന്തായാലും നിലവിൽ പരിസര പ്രദേശങ്ങൾ ആനയുണ്ട്, അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ ആനയെ തുരത്താനുള്ള നടപടി അവിടെ സ്വീകരിച്ചിട്ടുമുണ്ട്. വലിയ ആശങ്കയിലാണ് കന്യമല ടോപ്പ് ഡിവിഷനിലെ ആളുകൾ കഴിയുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്നുണ്ട്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കോഴിക്കോട് മൊകേരിയിൽ ഇന്നലെയാണ് 3 ഇടങ്ങളിലായി കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 3 പേർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായെങ്കിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുതിരപ്പൊയിൽ രജീഷ്, പണിയുള്ള പർവ്വത്ത് അനിത എന്നിവർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആറന്മുളത്തിൽ കരുണാകരനെ ആക്രമിച്ചെങ്കിലും പരിക്കേൽക്കാതെ ഇയാൾ രക്ഷപ്പെട്ടു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചങ്ങരംകുളത്തെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അനിതയെ കാട്ടുപന്നിക്കൂട്ടം ആക്രമിക്കുന്നത്. ഇവിടെ നിന്നും പോയ കാട്ടുപന്നിക്കൂട്ടം തന്നെയാണ് മൊകേരി ഗവൺമെന്റ് കോളേജിന് അടുത്ത് വെച്ച് രജീഷിനെയും ആക്രമിക്കുന്നത്. ഈ പ്രദേശത്ത് ഏറെ നാളായി കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ആളുകൾക്ക് പരിക്കേറ്റ സാഹചര്യത്തിലെങ്കിലും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സൂരജ് സജി കൂടി ചേരുന്നുണ്ട്. സൂരജ്, അതിരപ്പള്ളി മേഖലയിൽ വന്യജീവികളുടെ ആക്രമണം അത് തുടർക്കഥയാകുന്നതാണ്. ഈ പുലിയുടെ ആക്രമണം എപ്പോഴാണ് ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ, സൂരജ്? ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ 2 വയസ്സ് പ്രായമുള്ള മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 17ാം ബ്ലോക്കിൽ ഈ തോട്ടം തൊഴിലാളിയായിട്ടുള്ള ജിജോ മണിയുടെ മൂരിയാണ് ഇത്തരത്തിൽ പുലി ആക്രമിക്കുന്നത്. സാധാരണ വൈകുന്നേരങ്ങളിൽ ഈ മൂരിയെല്ലാം തന്നെ, അത് മൂരിയും പശുവും അടക്കമുള്ള ഇവരുടെ തോട്ടം തൊഴിലാളികളുടെ ലയത്തിനടുത്തേക്ക് എത്തുന്നതാണ് പതിവുകാരം. ഇതിനെ കെട്ടിയിടാറില്ല. പകരം ഇത് തീറ്റ എടുത്തതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി ഈ ലയത്തിനടുത്ത് വരും. അതിനുശേഷം രാവിലെ വീണ്ടും തീറ്റ എടുക്കുന്നതിന് വേണ്ടി പോകുന്നതാണ് പതിവ്. ഇന്നലെ വൈകുന്നേരം ഈ ഒപ്പമുണ്ടായിരുന്ന പശുക്കിടാക്കൾക്കൊപ്പം ഇവിടെ എത്തിയതാണ് മൂരി. പക്ഷേ രാവിലെ ഇതിനെ കാണാതായതിനെ തുടർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഈ സിൽവർ സ്റ്റോമിന് സമീപമുള്ള പ്ലാന്റേഷൻ വകുപ്പിന്റെ തന്നെയുള്ള ചെക്ക് പോസ്റ്റിന് സമീപം ഇതിന്റെ ജഡം കണ്ടെത്തുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇങ്ങനെ ജഡമുണ്ട് എന്ന കാര്യം വിളിച്ചറിയിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി പ്രദേശത്ത് ഈ പുലി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ജിജോയും വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയാണ്. ജനവാസ മേഖലയോട് ചേർന്നാണ് ഇപ്പോൾ ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.